സുപ്രഭാതം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. തൃപ്പാദത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സഹോദരൻ KC സൈമൺ തേശ്ശേരി. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യേശു കർത്താവിന്റെ അനുഗ്രഹീതമായ ഒരു മാതൃക നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു ഒരു വിശ്വാസിക്ക് എല്ലാ കാര്യത്തിലും മാതൃകയായിട്ട് ഇരിക്കുന്നു. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ഒരു ദൈവ പൈതൽ കർത്താവിന്റെ മാതൃക പിൻപറ്റിയാണ് ജീവിക്കേണ്ടത്. ഈ വേദഭാഗത്ത് കർത്താവിന്റെ ശുശ്രൂഷയുടെ മാതൃക നാം കാണുകയാണ്. ഒന്ന്, കർത്താവ് പ്രാർത്ഥിച്ചു. 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അതാണ്. 38-ാം വാക്യത്തിൽ കർത്താവ് പ്രസംഗിക്കുകയും അവൻ ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. കർത്താവിന്റെ ശുശ്രൂഷയുടെ അനുഗ്രഹീതമായ മാതൃക: 1, കർത്താവ് പ്രാർത്ഥിച്ചു; 2, കർത്താവ് പ്രസംഗിച്ചു; 3, കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കി. ആത്മീക ശുശ്രൂഷയിലായിരിക്കുന്ന, ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു ദൈവ പൈതൽ ഈ മാതൃകയാണ് പിൻപറ്റേണ്ടത്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കർത്താവ് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം നാം വായിക്കുന്നുണ്ട്. 1, തന്നോട് കൂടെ ഇരിക്കുക അഥവാ പ്രാർത്ഥിക്കുക; 2, പ്രസംഗിക്കുക; 3, ഭൂതങ്ങളെ പുറത്താക്കുക. ഇതിൽ ഭൂതങ്ങളെ പുറത്താക്കുക എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ കർത്താവ് തന്റെ സഭയ്ക്ക് കൊടുത്ത താൽക്കാലിക വരങ്ങളിൽ ഒന്നാണ്. ഇന്ന് ആ കൃപാവരം ഇല്ല. എന്നാൽ കർത്താവിന്റെ പ്രാർത്ഥനയുടെ മാതൃക, കർത്താവിന്റെ പ്രസംഗത്തിന്റെ മാതൃക ഞാനും നിങ്ങളും പിൻപറ്റുവാനായിട്ട് ആവശ്യമുണ്ട്. 35-ാം വാക്യത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനയുടെ മാതൃക ഇങ്ങനെയാണ് വായിക്കുന്നത്: അതികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഒരു ശുശ്രൂഷകന്റെ ശുശ്രൂഷയുടെ വിജയം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. കർത്താവ് എപ്പോഴാണ് പ്രാർത്ഥിക്കുവാനായിട്ട് സമയം തെരഞ്ഞെടുത്തത്? അതികാലത്ത് ഇരുട്ടോടെ. അതിരാവിലെ ദൈവമുഖം നോക്കുന്ന, അന്വേഷിക്കുന്ന കർത്താവിനെ ഇവിടെ നാം കാണുകയാണ്. കർത്താവ് ദൈവമായിരിക്കുമ്പോൾ തന്നെ സമ്പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിൽ
കർത്താവിൽ നിന്ന് പിതാവിലുള്ള ആശ്രയമാണ് നാം കാണുന്നത്. കർത്താവ് അതികാലത്ത് പ്രാർത്ഥിച്ചു. 119 സങ്കീർത്തനം 147 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ ഉദയത്തിന് മുൻപ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അപ്പോൾ ജീവിതത്തിന്റെ ബദ്ധപ്പാടുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം വിജയകരമായിട്ട് തീരും എന്നുള്ളതാണ്. നാം വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ ദൈവഭക്തന്മാരായി ജീവിച്ച ആളുകൾ ഒക്കെ തന്നെ അതിരാവിലെ ദൈവമുഖം അന്വേഷിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആയിരുന്നു. അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കുന്നത്, അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് യാഗമർപ്പിക്കുവാനായിട്ട് പോയി എന്നുള്ളതാണ്. ഇയ്യോബിനെ കുറിച്ച് നാം വായിക്കുന്നു, ഇയ്യോബ് അതിരാവിലെ എഴുന്നേറ്റ് മക്കളുടെ സംഖ്യയ്ക്കൊത്തവണ്ണം യാഗമർപ്പിക്കുവാനായിട്ടിടയായി. മാത്രമല്ല, ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദ് 63 സങ്കീർത്തനം 1 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ദാവീദ് പറഞ്ഞു, ദൈവമേ, നീ എന്റെ ദൈവം, അതികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. അപ്പോൾ യേശു കർത്താവ് അതികാലത്ത് പ്രാർത്ഥിച്ചു. ദൈവഭക്തന്മാരായവർ അതികാലത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് അവർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. ശിഷ്യന്മാരുടെ മാതൃകയും അതായിരുന്നു. ശിഷ്യന്മാര് ആദ്യം പ്രാർത്ഥിച്ചു, എന്നിട്ട് അവർ പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവൃത്തി 6:4 പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റരിക്കും. അപ്പോൾ ആദ്യം പ്രാർത്ഥിക്കുക, എന്നിട്ട് പ്രസംഗിക്കുക. നാം ആരോട് ദൈവവചനം പറയുന്നുവോ അവരെ ദൈവസന്നിധിയിൽ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് വേണം അവരോട് ദൈവവചനം പറയുവാൻ. അങ്ങനെ ദൈവവചനം പറയുമ്പോൾ അതവർക്ക് പ്രയോജനകരമായിട്ട് തീരും എന്നുള്ളതാണ്. അപ്പോൾ യേശു കർത്താവിന്റെ മാതൃക, ശുശ്രൂഷയുടെ മാതൃക, കർത്താവ് ആദ്യം പ്രാർത്ഥിച്ചു, എന്നിട്ട് കർത്താവ് പ്രസംഗിക്കുവാനായിട്ടിടയായി. അനേകര് ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീർന്നു, അനേകർ സൗഖ്യം പ്രാപിച്ചു. ആ മാതൃക ഞാനും നിങ്ങളും പിൻപറ്റുമ്പോൾ അനേകർക്ക് അത് അനുഗ്രഹമായിട്ട് തീരും. കർത്താവിന്റെ മാതൃക പിൻപറ്റി ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.